മൂടി ഇളക്കാം. ഹായ് ഫ്രണ്ട്സ്, ചെറിയ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, നല്ല സപ്പോർട്ടും തരുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഞങ്ങൾ പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പെപ്പർ ചിക്കൻ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ചിക്കനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് അതൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചട്ടി വെച്ച് കൊടുക്കാൻ പോകണം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്കായിട്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്കായിട്ട് നമുക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് സവാളയാണ്, അത് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാണ്ട് നോക്കണം, അല്ലെങ്കിൽ ഇളക്കില്ലെങ്കിൽ അടുക്കി പിടിക്കണം. എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം പൊടിച്ചത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പു, അപ്പോൾ ഇതിൻ്റെ മെയിൻ സാധനം എന്ന് വെച്ചാൽ കുരുമുളക് പൊടിച്ചതാണ് ഇതിൻ്റെ മെയിൻ സാധനം. അത് ചേർത്ത് കൊടുക്കാൻ പോകണം. ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലാതെ അടുക്കി പിടിക്കും. നമുക്ക് ഇതിലേക്കായിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഇനി ഇളക്കി തന്നെ കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ചിക്കൻ ഇടുന്നതിന് മുമ്പ് ഒരു സാധനം നമ്മൾ മറന്നുപോയി, കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം. എനിക്ക് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഏകദേശം ഇതെല്ലാം കൂടി വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇതിലേക്കായിട്ട് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. ഓക്കെ, കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ച് മതിയാവും, കാരണം വെച്ചാൽ ചിക്കനിൽ വെള്ളം ഉള്ളതുകൊണ്ടേ ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിലത്തെ വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കണ്ട.
ഇത്രയും നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ വേവിക്കണം. അപ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ചായിട്ട് ഒന്ന് തുറന്നു നോക്കാം. ഓക്കെ, ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളൊന്ന് തുറന്നു നോക്കണത്. ഇപ്പം അത്യാവശ്യം നമ്മൾ ഒഴിച്ച വെള്ളം കൂടാണ്ട് ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി വല്ലാണ്ട് ഇളക്കാനൊന്നും പാടില്ല, കാരണം ചിക്കൻ പൊടിഞ്ഞു പോകും. വേവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിക്കൻ പൊടിയാൻ തുടങ്ങും. പിന്നെ നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അധികം വറ്റിക്കാണ്ട് എടുക്കാം. ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വറ്റിച്ചിട്ട് എടുക്കാം, നമ്മുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെറുതെ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില, കുറച്ച് മല്ലിയില. നിങ്ങളെ ഇഷ്ടം പോലെ മല്ലിയില ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓക്കെ, ഒന്നും കൂടി ഇളക്കാം. ഓക്കെ, നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച്. അപ്പോൾ നമ്മൾ പെപ്പർ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെ വിളിക്കാം. വാ, എല്ലാവരും വാ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങളെ വെക്കും. അതെ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. അല്ലേ, കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ എല്ലാവരും. എന്നാലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. നമ്മളുണ്ടാക്കിയ സാധനമല്ലേ. അപ്പോൾ സാധനം സൂപ്പറായിട്ടെന്നാണ് ഇവരെല്ലാവരും പറയണത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന സാധനമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.